അൻസിബേന്റെ എല്ലാ മെയിൽസും നോക്കണ്ടായിരുന്നു. അപ്പോൾ ജാനുവരിയിൽ വേറെ ഒരു EC മെമ്പറിന്റെ എതിരായിട്ട് അൻസിബ ഒരു കംപ്ലൈന്റ് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദാറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ടിനി ടോമിന്റെ മുകളിലല്ല, അത് വേറെ ഒരു EC മെമ്പറിന്റെ മുകളിലാണ്. പക്ഷേ അന്ന് എന്നെ ഫോണിൽ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് അമ്മേന്റെ ഒരു ഇതിലല്ല വരുന്നത്, ബിക്കോസ് ആ കംപ്ലൈന്റ് വാസ് ബിറ്റ്വീൻ ബോത്ത് ഓഫ് ദം. അതൊരു പേഴ്സണൽ. ഇപ്പോൾ ഞാൻ ഇവിടുന്ന് പുറത്ത് പോയിട്ട് എൻ്റെ ഒരു EC മെമ്പറിൻ്റെ ഇടയിൽ എനിക്കൊരു പേഴ്സണലായ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് അമ്മയുടെ പ്രോബ്ലം അല്ല, അത് എൻ്റെയും ആ വ്യക്തിൻ്റെ ഇടയിലുള്ള പ്രോബ്ലമാണ്. അപ്പോൾ ആ ഒരു കാര്യം നടന്നിട്ടുണ്ട്. അത് ജാനുവരിയിൽ ആ കുട്ടി 3 കംപ്ലയിൻറ്റ്സ് തന്നിട്ടുണ്ടായിരുന്നു. അത് ആ ഒരു വ്യക്തിൻ്റെ ഇതിൽ അത് അവർ കംപ്ലയിൻറ്റ് പോലീസ് സ്റ്റേഷനിൽ പോയാലും അത് അവരുടേതായ പേഴ്സണൽ രീതിയിൽ ആ കംപ്ലയിൻറ്റ് നടക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അന്ന് നടന്നിട്ടുണ്ട്. ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി അൻസിബ ഒരിക്കലും അമ്മയുമായി ബന്ധപ്പെട്ട അല്ല. May 12th അവർ ആ കുട്ടി വന്നിട്ടില്ല. May 2nd ആ കുട്ടി വന്നത്. മാർച്ച് 2 ലാസ്റ്റ് EC മീറ്റിംഗ് മാർച്ച് 2 ആയിരുന്നു. അതിൽ നോമ്പ് നടക്കുന്ന സമയത്ത് അത്രേ ഉള്ളൂ. എനിക്ക് അങ്ങനെയൊന്നും ആ കുട്ടി എന്നോട് പറഞ്ഞിട്ടില്ല. നമ്മുടെ ഇതിൽ ഒരുപാട് എല്ലാ മീറ്റിംഗിലും ഒരുപാട് അടിപിടി നടക്കാറുണ്ട്. അതിന് ഒരു കുറവുമില്ല. ഓക്കെ, അങ്ങനെ വെച്ച് നോക്കിയാൽ നമുക്ക് എല്ലാവരുടെയും മുകളിൽ കംപ്ലൈന്റ് ഉണ്ട്. സ്പെസിഫിക് ആയിട്ടുള്ള ഇഷ്യൂ, അതായത് ഇത്തരം കാര്യങ്ങളാണ് അവർ പറയുന്നത്. നമ്മളോട് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനത്തെ വാക്കുകൾ നമ്മുടെ ECയിൽ 17 ആൾക്കാരാണ് EC മെമ്പേഴ്സ്. ഒരാൾ അങ്ങനെ പറയുമ്പോൾ 16 ആൾക്കാർ അത് റിയാക്ട് ചെയ്യാതിരിക്കുക. ഓക്കെ, സെക്രട്ടറിയോട് സംസാരിച്ചിരുന്നു അതാണ് ഞാൻ പറഞ്ഞത്. ജാനുവരിയിൽ എന്നെ വിളിച്ചിട്ടുണ്ട് പക്ഷെ ആ കംപ്ലൈന്റ് പോലീസ് കേസായിരുന്നു. ആ പോലീസ് കേസ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് അമ്മ. നമ്മൾ നിങ്ങളുടെ വീട്ടിൽ നടക്കുന്നതല്ലാതെ നിങ്ങളുടെ കൂടെ വേറെ ഒരു വ്യക്തിന്റെ കൂടെയുള്ള ഒരു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അതെല്ലാം അമ്മ പരിഗണിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഇത് വെൽഫെയർ ഓർഗനൈസേഷൻ അല്ല, ഇതൊരു ചാരിറ്റി ഓർഗനൈസേഷൻ ആണ്. ഇതിന് നമുക്ക് നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന കംപ്ലൈന്റ്സ് ഒന്നും പരിഗണിക്കാൻ പറ്റില്ല. ബിക്കോസ് നമ്മളെല്ലാവരും ഇവിടെ ഒരു ചാരിറ്റി ഓർഗനൈസേഷന്റെ ഭാഗമായിട്ട് ഒരു എന്താ പറയുക വർക്ക് ചെയ്യാണ്. രണ്ടുപേരും EC മെമ്പർമാരാണ്. അപ്പോൾ അവർ തമ്മിൽ ഒരു തർക്കം അല്ലെങ്കിൽ ഒരു വിഷയം ഉണ്ടാകും. ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് അമ്മ. അവർ പേഴ്സണൽ പരിഹരിക്കാം. കാരണം അവർക്ക് അമ്മേ അല്ല. നമ്മൾ അറിയുന്നത് തന്നെ ജാനുവരിയിലാണ്. ഇത് ഡിസംബർ സ്റ്റാർട്ടിങ്ങിൽ അവർ പോലീസ് കേസ് കൊടുത്തതാണ്. അത് നമ്മൾ ഇന്നാണ് അറിയുന്നത് നിങ്ങൾ വഴി. ഇല്ല, 1:30 മണിക്കാണ് നിങ്ങളുടെ പോസ്റ്റ് വന്നത്. 1:30 മണിക്കാണ് ഈ കംപ്ലൈന്റ് വന്നത്. 2 മണിക്ക് ഒരു കംപ്ലൈന്റ് വന്നിട്ടുണ്ട് നമ്മുടെ മെയിലില് അമ്മയുടെ. അത് നമ്മളിപ്പോ നിങ്ങളെല്ലാരും ഇവിടെ ടിനിയേട്ടനോട് സംസാരിക്കുമ്പോൾ ഞാൻ മെയിലിൽ നോക്കിയപ്പോൾ 2 o'clock ഒരു മെയിൽ വന്നിട്ടുണ്ട്. 2 മണിക്ക് ഷാർപ്പ്. യെസ്, അത് 2 മണിക്ക്. അതിനുശേഷമാണ് ഈ മെയിൽ വരുന്നത്. യെസ്, 2 മണിക്കാണ് മെയിൽ വരുന്നത്. വന്നു 2 മണിക്ക്. അത് അമ്മയുടെ ഉള്ളിലല്ലേ നടക്കുള്ളൂ. അത് നമ്മൾ മീഡിയ വെരി സാഡ് തിങ് ഈസ് ഈ ECയിൽ ഇരിക്കുന്ന മെമ്പേഴ്സാണ് ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നത്. അവർക്ക് നമ്മുടെ ബയലോന്റെ എല്ലാം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അറിയാം. ദാറ്റ് അമ്മേന്റെ ഓരോ കാര്യങ്ങളും അമ്മേന്റെ ഉള്ളിലേ ചർച്ച നടക്കുള്ളൂ. അപ്പോൾ ഈ മീഡിയയിൽ പറഞ്ഞിട്ട് ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത് തന്നെ അവരെല്ലാവരും കാരണമാണ്. ബിക്കോസ് ഇറ്റ്സ് നോട്ട് നത്തിങ് ടു ഡു വിത്ത് മീഡിയ. കാര്യമായിട്ടാണ് അൻസിബ രാജിവെച്ചത്, വ്യക്തിപരമായ കാരണങ്ങളും മറ്റു തിരക്കുകളും. ഇപ്പോൾ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്ന എന്തെങ്കിലും ഒരു നേരത്തെ പറഞ്ഞല്ലോ, ഇന്നൊരു പരിപാടി പ്രധാനമായും അമ്മയുടെ നടക്കുന്നു, ആ ഘട്ടത്തിൽ ഇത്തരത്തിൽ സൈമൾട്ടേനിയസ്ലി ആയിട്ട് ഒരു ആരോപണം വരുന്നു എന്ന് പറഞ്ഞല്ലോ, അതിലെന്തെങ്കിലും സംശയിക്കുന്നുണ്ടോ? സംശയമുണ്ട്. നിങ്ങളുടെ ചോദ്യത്തിൽ തന്നെ ഉത്തരം നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങളുടെ ചിരിയിലും ഉണ്ട്. അല്ല, അത് ഭയങ്കര ടൈമിംഗ് ആയിപ്പോയി. അതൊക്കെ ഞാൻ വാക്കുകളൊന്നും യൂസ് ചെയ്യാറില്ല. May 12 തന്ന അക്സെപ്റ്റ് ചെയ്ത ഒരു റെസിഗ്നേഷൻ ഇന്നെന്ത് ദിവസമാണ്? May 23rd. അപ്പോ why not before this? Why only today? I mean, I'm feeling bad because ആ കുട്ടി ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആൻഡ് എ വെരി ഗുഡ് EC മെമ്പറാണ്.
നല്ല ഹാർഡ് വർക്കിംഗ് കുട്ടിയാണ്. ആൻഡ് ഇറ്റ്സ് വെരി സാഡ് ദാറ്റ് ഐ ഹാവ് ടു സേ ദിസ് ബിക്കോസ് മീഡിയ വഴി ഞാൻ അറിഞ്ഞുകൊണ്ട് ഞാൻ മീഡിയയിൽ ഇതിന്റെ ഉത്തരം തരികയാണ്. ഈ അടുത്ത കാലത്തായിട്ട് ഇപ്പം ജനറൽ സെക്രട്ടറിക്കെതിരെ ഇത്തരത്തിലൊരു പരാതിയും കാര്യങ്ങളും ഉള്ള ആളുകൾ തന്നെ പറയുന്നു. അതിനുശേഷം ഇങ്ങനെ ഒരു കാര്യം വരുന്നു. അപ്പോൾ അത് ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനയോ കാര്യങ്ങളോ ഈ അടുത്ത കാലത്തെ ഒരുപാട് പരാതികൾ വന്നിട്ടുണ്ട്. എന്തെങ്കിലും തരത്തിലുണ്ട് എന്ന് സംശയിക്കുന്നു. എന്തെങ്കിലും പരാതി വന്നിട്ടുണ്ടെങ്കിൽ അത് അമ്മേന്റെ ഉള്ളിൽ നമ്മൾ ചർച്ചയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരുപാട് സൊല്യൂഷൻസും എടുത്തിട്ടുണ്ട്. ആൻഡ് കുറെ കാര്യങ്ങൾ ഇനിയും ചർച്ചകൾ ബാക്കിയുണ്ട്. ഈ അൻസിബ പറഞ്ഞൊരു കാര്യങ്ങളൊന്ന്, അതായത് ഈ പല കാര്യങ്ങളും ഈ സിംബറായിട്ടുള്ള ഈന കുറുപ്പ് തന്നോട് പറഞ്ഞിരുന്നു എന്നുള്ളതാണ് അൻസിബ പറഞ്ഞിട്ടുള്ളത്. അപ്പോ അത് വഴിയാണ് താൻ അറിഞ്ഞത് എന്നുള്ളതാണ്. ആ സമയം അത് കേട്ടപ്പോൾ ഭയങ്കര അതാ ഞാൻ ചോദിക്കുന്നത്. 17 ആൾക്കാരിൽ ഒരാൾ കേട്ടു. ഓക്കെ, സോ വൈ നോട്ട് ദി അതർ 15 ആൾക്കാരും? അൻസിബയും കേട്ടിട്ടില്ല. അൻസിബന്റെ സ്വന്തം നിങ്ങൾ തന്നെ ഇപ്പൊ പറഞ്ഞത് അൻസിബ കേൾക്കാത്ത വാക്കുകളാണ് അൻസിബയോട് പറഞ്ഞത്. സോ വൈ? നീന കുറുപ്പിനോട് ചോദിച്ചിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ. നമ്മൾ ഇന്ന് ഐ ക്യാമ്പിലായിരുന്നു. അതിന്റെ ഇടയിൽ എവിടുന്നാണ് ഞാൻ ഇത് ഇരുന്നത്? ഇതിപ്പോ ഞാനിപ്പോ എന്താ പറയാ, ഐ ക്യാമ്പ് കഴിഞ്ഞപ്പോ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പൊ ഇതൊക്കെ ഇപ്പൊ ഈ മാധ്യമങ്ങളിൽ വന്നിരിക്കുന്ന വാർത്തയോട് ചേർത്ത് വയ്ക്കുന്ന ഇവർ ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണോ മെയിലും വന്നിരിക്കുന്നത്? യെസ്. അപ്പൊ അതിൽ ലക്ഷ്മി പ്രിയന്റെ കാര്യമുണ്ട്, ടിനി ടോമിന്റെ കാര്യമുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് പരിശോധിക്കുമോ ആ ഒരു പരാതി? ഓഫ് കോഴ്സ്, വൈ നോട്ട്? ഈ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട് മതസ്ഥാപനങ്ങളുടെ സ്പോൺസർഷിപ്പ് വാങ്ങരുത് എന്നൊരു അഭിപ്രായം അൻസിബ ഈ കമ്മിറ്റിയിൽ ഉന്നയിച്ചിരുന്നു. യെസ്, അത് അങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളൊരു ചാരിറ്റി ഓർഗനൈസേഷനാണ്. നമുക്ക് എവിടുന്ന് വേണമെങ്കിൽ ചാരിറ്റി, ഏത് ഓർഗനൈസേഷൻ, ഏത് മതപരമായ സ്ഥാപനത്തിന്റെ അടുത്തുനിന്ന് നമുക്ക് ചാരിറ്റി എടുക്കാം ലീഗലി വിത്ത് അവർ എന്താ പറയുക നമ്മളുടെ ലോയേഴ്സ്, അഡ്വക്കേറ്റ്സ് എല്ലാവരോടും ചോദിച്ചിട്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ. നമ്മൾ ഒരു കാര്യം ഇവിടെ ലീഗലി ഇല്ലാതെ നമ്മളൊന്നും ചെയ്തിട്ടില്ല. ശ്വേത മേനോനാണ് സംസാരിച്ചത്. അമ്മ അധ്യക്ഷയാണ് സംസാരിച്ചത്. ഇപ്പോഴത്തെ ആരോപണങ്ങൾക്ക് പിന്നിൽ ഒരു ഗൂഢാലോചന സംശയിക്കുന്നു എന്നതാണ് ശ്വേത മേനോന്റെ വാക്കുകൾ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.